ഹായ് വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോട്ടാ. നമ്മുടെ അഷ്കർക്ക് റെഡി ആയിക്കാണ്. ഉമ്മറെ കഴിഞ്ഞ് വന്നല്ലേ? എല്ലാം ഓക്കെ സെറ്റ് അല്ലേ? എല്ലാം അടിപൊളിയായിട്ട് ഉമ്മറെ കഴിഞ്ഞ് വന്നു. ഓഫർ തരാൻ വേണ്ടി മികച്ച ഓഫർ തരാൻ പോവാണ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നവർക്കൊക്കെ ഖുറാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പൊ ഇവിടെ ഉമ്രെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഖുറാനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ആവശ്യമുള്ളവർക്ക് ഈ ഒരു റമദാൻ മാസത്തിൽ വരാല്ലേ, വന്നിട്ട് വാങ്ങാം. ഓഫറിനൊപ്പം നമ്മള് കുറച്ച് ആത്മീയമായിട്ട് നല്ല രീതിയിൽ അത് നിങ്ങൾ ക്യാഷ് ഒന്നും തരേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് നാട്ടിലെ MDM കാര്യങ്ങളും പരിപാടിയൊക്കെയാണ്. ഫുള്ള് MDM പിടിക്കപ്പെട്ടതാണ് എന്റെ ഒരു അതത്രയല്ലേ ഉള്ളൂ. കാരണം ഇവിടെ പിടിക്കപ്പെട്ട ഓനോടെ കഴിയും, ഇല്ലെങ്കിൽ അടുത്തവനും കൂടി വരും. അപ്പൊ ലീഗലായിട്ട് വേറൊരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഇതിൽ ഓഫർ പറയാൻ പോകണം. അതിന് മുമ്പ് നമ്മള് ആരൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടു നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പരിപാടിയൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് വർത്തമാനം പറയട്ടെ. അതായത് ഇപ്പൊ UAE ഇപ്പൊ റേഡിയോയിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ രക്തത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് അറിയാൻ പറ്റും അല്ല. അപ്പൊ ഇതേ സാധനം സ്കൂളുകളിൽ നാട്ടിലെ നടത്തിയ കാര്യം കഴിഞ്ഞില്ലേ? വർഷത്തിൽ സ്കൂളിൽ ചെയ്താൽ മതി പോരെ? അപ്പൊ എന്ത് ചെയ്യണം? ഗവൺമെന്റ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതായത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് രക്തത്തിൽ ചെക്ക് ചെയ്യണം. എന്തായാലും അവരുടെ അടുത്ത് ഒരു ഫീസ് വാങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ ഇതിനെ കൂടി ചെറിയൊരു ഫീസ് വാങ്ങാൻ ചെക്ക് ചെയ്യാം. എല്ലാ സ്കൂളും ഇത് ഗവൺമെന്റിനെ ചെയ്യണമെന്നില്ല. ഓരോ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചാൽ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഓരോ മാനേജ്മെന്റ് തീരുമാനിക്കുക, ഞങ്ങൾ ഈ അടുത്ത വർഷം മുതൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ഇത് എടുക്കുന്ന ടൈമിൽ ചെയ്യണം. ചെറിയ പൈസ വരുന്നുള്ളൂ. അത് മാനേജ്മെന്റ് തീരുമാനിക്കുക, അല്ലെങ്കിൽ PTA തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. വേണമെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളൊരു അഡ്വൈസ് ആയിട്ട് തരികയാണ്. അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പിലായി കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. പിന്നെ അല്ലാതെ മറ്റുള്ളവർക്ക് പുറത്തുള്ള വലിയ ആൾക്കാർക്ക് വലിയ രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിഷയം വരുന്നത്, ഇപ്പൊ നിങ്ങളിപ്പോ റോഡും കൂടി പോകുന്ന ടൈമില് എന്തെങ്കിലും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ പേടിച്ചിരുന്നു? നമ്മളെല്ലാരും പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഒന്നുകിൽ നിങ്ങളെ ഫാദർ ഇല്ലെങ്കിലോ ഫാദറിന്റെ സുഹൃത്തുക്കളെ കണ്ടാൽ പോലും പേടിയാം. അതെ, അവർ കാണും, അവര് അറിഞ്ഞാൽ എന്താവും? ഫാദർ അറിയും. മാമൻ കണ്ടു കഴിഞ്ഞാൽ മാമന്റെ ഇപ്പൊ മാമൻ ഹായ് ബ്രോ ഹായ് മച്ച എവിടെ വിലയുള്ള. അതുപോലെ ടീച്ചർമാർ പണ്ടൊക്കെ നമുക്ക് അടിച്ചിരുന്നു. അടിക്കപ്പോ ടീച്ചർമാർക്ക് പേടിയ. കാരണം ടീച്ചർ അടിച്ചാൽ ടീച്ചർക്ക് പിന്നെ കേസാണ്. ടീച്ചർ എന്തിനാ നമ്മൾ വേറെ ആരാനെ മക്കളെ നന്നാക്കുന്നത്, വെറുതെ എന്റെ ജോലി നോക്കണ്ടെന്ന് വെച്ചാൽ അവരും പേടിക്കാൻ തുടങ്ങി. അതോടുകൂടി വടിയില്ല, ശിക്ഷണയില്ല. കുറച്ചൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ ആക്റ്റീവാണ്, കുട്ടികളെല്ലാം ഓക്കെയാണ്. പക്ഷെ ആ ആക്റ്റീവിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴാണ്. അത് നമ്മൾ അറിയാണ്ടായിപ്പോ. നമ്മുടെ വടി ടീച്ചർക്ക് നിർബന്ധം അല്ലേ? തിരിച്ചു കൊടുക്കും. അതെ. അപ്പൊ കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ പറയണം. അപ്പൊ എന്തായാലും ഓഫർ എന്താ നോക്കാം. iPhone 16 Pro Max, S25 Ultra, പുതിയ ഫോണോ, പുതിയ നമ്മുടെ എന്താ ഇതായിരിക്കും ഈ സാധനം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16E ഇരിക്കുന്നുണ്ട്. എല്ലാത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ തരും അല്ലേ? ഓക്കെ, തുടങ്ങിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമന്റ് നോക്കാം അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ കമന്റ് നോക്കാം? തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങൾ പോയാ? തങ്ങൾ പോയി. തങ്ങളായിരുന്നു കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അതെ. ഇന്ത്യ vs ദുബായ് ഐഫോൺ പ്രൈസ് കമ്പാരിസൺ ലൈക്ക് അടിച്ചത്. ഇന്ത്യൻ vs ദുബായ് ഐഫോൺ പ്രൈസ് കമ്പാരിസൺ വേണം ഉള്ളവർ ലൈക്ക് അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. വെച്ചാൽ നിങ്ങൾക്ക് വരും. BBA ഈ വരുന്ന 15th എവർസിറ്റിയിൽ നിന്നും 16 Pro Max എടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്നാൽ മൂപ്പർക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യത്തെ ഒരു വാച്ച് കേട്ടോ. നല്ല കിടിലം വാച്ച് കമന്റ് എടുത്ത് അഷ്കർക്ക് പറഞ്ഞെന്ന് വെച്ചാലേ, BBA ഈ വരുന്ന 15th എവർസിറ്റിയിൽ വന്ന് 16 Pro Max എടുക്കുന്നതാണ്. കൊടുക്കല്ലേ? പേര് റഹീസ് 3621 അപ്പൊ എന്താ മോനെ ഒരു ഫോണും അതിന്റെ ഒപ്പം നല്ല കിടിലം വാച്ച് ഇരിക്കട്ടെ. ഒരു കാര്യം മനസ്സിലായി, BBA പൊളിയാണ്. ദുബായില് ഇവിടെയെല്ലാം വിലക്കുറവിൽ ഫോണുകളും ഗാഡ്ജറ്റും ലഭിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ BBA വലിയൊരു പങ്കാണ് നിർവഹിച്ചിരിക്കുന്നത്. എല്ലാ ദിവസത്തെയും വീഡിയോയും ഞാൻ കാണാണ്ട് നിങ്ങൾ പൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊടുക്കല്ലേ? നമുക്ക് വിനീഷ് ഷാർജ എന്നുണ്ട് 5105 മൂപ്പർക്ക് ഇരിക്കട്ടെ ഒരു വാച്ചിട്ടാ. അപ്പൊ രണ്ടുപേരായി ഇൻഷാല്ലാ അടിക്കട്ടെ എന്നാണ്. 1 million അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് കമന്റ് ഇട്ടുണ്ട്. കുറച്ച് ചെറിയ ജലദോഷം പനിയൊക്കെ രണ്ടാൾക്കുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കമന്റുകൾ പ്രാവശ്യം വായിച്ചില്ല. അടുത്ത പ്രാവശ്യം എല്ലാ കമന്റുകളും കാര്യങ്ങളൊക്കെ വായിക്കണമായിരിക്കും. അപ്പൊ എന്നാ ഈ വീഡിയോയിൽ നല്ല കിടിലം കമന്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല കിടിലം സ്മാർട്ട് വാച്ചിങ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓഫർ തുടങ്ങിയാലോ? ഓക്കെ, ഓഫർ തുടങ്ങാം. നല്ല പിടിക്കും. iPhone 13 നമുക്ക് കൊടുക്കാം. iPhone 13 ബഡ്ജറ്റ് ഫോൺ ആദ്യം. ഓക്കെ, iPhone 13 ബഡ്ജറ്റ് ഫോൺ എന്നാണ്. അഷ്കർക്ക് തിരിച്ചു വന്നാണ് ഉമ്ര കഴിഞ്ഞത്. അവിടെ എന്തായിരുന്നു പോയിട്ട്? എങ്ങനെയായിരുന്നു അതിന്റെ? എങ്ങനെ പോയത്? നല്ല കാലാവസ്ഥയാണ്. നല്ല ഒരു എന്താ പറയാ ഒരു അനുഭൂതി തന്നെയായിരുന്നു. ശരിക്കും അവിടെ പോവാത്ത ആള് പോകണം തന്നെയാണ് പറയുന്നത്. പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നു. അത്രയ്ക്ക് ഒരു അനുഭൂതിയാണ്. അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീല് നമ്മൾ പറയുന്നത് നല്ലത്, നമ്മൾ അനുഭവിക്കുന്ന ഫീലിംഗ് വേറെയാണ്, പറയുന്ന ഫീല് വേറെയാണ്. അപ്പൊ ആര് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10 ദിവസത്തെ പാക്കേജ് ആണ്. അപ്പൊ ഞങ്ങളൊരു ചാനൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അതായത് അതിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ 2 പേരെ ഞങ്ങൾ സ്ഥാപനം ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ജസ്റ്റ് കമന്റ് ഉണ്ടാവണേ ഉള്ളൂ.
അത് ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അത് കൂടുതൽ ഇതാക്കുന്നില്ല. പക്ഷെ എന്നാലും അവിടെ ആകെ 1400 ചെലവുള്ളൂ. ശരിക്കും ഞാൻ ഇവിടുന്ന് ഒരു ദുബായ് സുനി സെന്ററിന്റെ കീഴിലാണ് പോയത്. 30 വർഷത്തോളം അവരെ എല്ലാ ആഴ്ച ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നിട്ട് എല്ലാ ബുധനാഴ്ച ബസ് കൊണ്ട് ഓരോ ബസ്സിൽ 50 വെച്ച ആൾക്കാരുണ്ട്. ആൾക്കാർ ദുബൈയിൽ നിന്ന് പോകുന്നത്. ഈ ദുബൈ എന്ന് വെച്ചാൽ ഞങ്ങൾ ദുബൈയിൽ നിന്ന് പോകുന്ന സമയത്ത് ശരിക്കും ഫുജൈറ എന്ന് അജ്മ എന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട്. ശരിക്കും നല്ലൊരു നമുക്ക് ശരിക്കും പറഞ്ഞ ഒരാളുണ്ട്. കുറെ ആൾക്കാർക്ക് ഇത് എങ്ങനെയാ എവിടെ പോകണോ ഒരു ഗൈഡ് വേണം. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാത്തിനും അവരുടെ സെറ്റപ്പാണ്. നമ്മൾ ജസ്റ്റ് 1400 കൊണ്ടൊന്ന് പോവാ, നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അതാണ് ഇപ്പൊ ഉമ്ര വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പൊ ഐഫോൺ 13 എത്രയ്ക്ക് കൊടുക്കാം നമ്മള്? ഐഫോൺ 13 നമുക്ക് കൊടുക്കാം ഒരു 128GB ആണെങ്കിൽ 1620 കൊടുക്കാം. 1620 ദിനത്തിന് ഐഫോൺ 13 ഉണ്ടാ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് നാളെ ആയിരിക്കും അല്ലേ? നാളെ ഇടും, ശനിയാഴ്ച ഇടും. ഞായറാഴ്ച ഇന്ത്യ ന്യൂസിലാൻഡ് കളിയുണ്ട് അല്ലേ? ഇന്ത്യ ന്യൂസിലാൻഡ് അല്ലേ? കളിയുണ്ട് ഞായറാഴ്ച. അപ്പൊ അതിൽ ആരെ അപ്പൊ കളി 3 ദിവസം മാത്രം ഈ ഓഫർ ഇട്ടാ. കളി കാണുന്ന കളിയുണ്ടോ? ഒന്നുകിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച, ശനി ഞായർ തിങ്കൾ 3 ദിവസം ഓഫർ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് വാങ്ങിക്കും. അതെ. പിന്നെ ഞായറാഴ്ചക്ക് മുമ്പ് കമന്റ് ഇടുന്നവരാണെങ്കിൽ ആരെ ജയിക്കാന്ന് കൂടെ കമന്റ് ഇട്ടാ. ഇന്ത്യൻ ന്യൂസിലാൻഡ് ജയിക്കുന്ന ഇന്ത്യൻ ആയിരിക്കും. എത്ര റണ്ണിനെ ജയിക്കുക, എത്ര വിക്കറ്റിനെ ജയിക്കുക നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ അങ്ങനെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാം. അതില് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അതെ, സ്പെഷ്യൽ ഗിഫ്റ്റ് ഇട്ടാ. ഇന്ത്യ ന്യൂസിലാൻഡ് കളികളിൽ എത്ര വിക്കറ്റിന് ഇന്ത്യ ജയിക്കും അല്ലെങ്കിൽ ആരുടെ എന്താണ് നിങ്ങളുടെ പ്രവചന ഫലം നിങ്ങൾ ഇട്ടോ കറക്റ്റ് ആണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് അവർക്ക് ഉണ്ടാവും. ഐഫോൺ 13 ഒക്കെ അടുത്ത് ഐഫോൺ 13 നമുക്ക് 256 മേടിക്കണമെങ്കിൽ അത് നല്ല റേറ്റിന് കൊടുക്കാം. 2100 ദിർഹത്തിന് നിങ്ങൾക്ക് ഐഫോൺ 256 with 13. ഓക്കെ, ഇനി 14 മേടിക്കണം 128 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 1999 പിടിക്ക് 2000 താഴെ ഐഫോൺ 14 വേണമെങ്കിൽ 128GB ഐഫോൺ 256 ഇതല്ലേ ഐഫോൺ 14. ഇനി 256GB വേണ്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം 2400. അപ്പൊ 2000 ദിനത്തിന് ചോടങ്ങൾക്ക് 128GB ഐഫോൺ 14 വേണോ എന്ന് എടുത്തോ. അതന്നെ ഐഫോൺ 14 പ്ലസ് വേണ്ടാക്ക് 128GB ആണ് 2250. 2250 14 പ്ലസ് 2250 അത്ര പ്രൈസ്. 14 ആണെങ്കിലും 14 പ്ലസ് ആണെങ്കിലും നല്ല കിള്ള പ്രൈസ്. 2250 14 പ്ലസ്. ഇതിന് 256 ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഓക്കെ, 256 സ്റ്റോക്ക് ഇല്ല. 512 ഇല്ല. 128 മാത്രം സ്റ്റോക്ക്. 128 മാത്രം നല്ല ഓഫറിലാണ് 14 പ്ലസ്. ഓക്കെ, നമുക്ക് 50ലേക്ക് പോവാണെങ്കിൽ ഐഫോൺ 15. ഓക്കെ, 50 ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. ഐഫോൺ 15 നല്ല പ്രൈസ് തരാൻ പോകണം. നല്ല പ്രൈസ് ഐഫോൺ 50 എത്രയ്ക്കാണ്? 2299 ഐഫോൺ 15 128GB നിങ്ങൾക്ക് തരട്ടോ. ഐഫോൺ 15 നല്ല പ്രൈസ്. ഓക്കെ, ഐഫോൺ 15 256 വേണമെങ്കിൽ 2650 കൊടുക്കാം. ഐഫോൺ 256 2650 തരുന്നുണ്ട്. ഐഫോൺ 15 256GB. 15 പ്ലസ് വേണം. 15 പ്ലസ് എത്ര കൊടുക്കാം? നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. 15 പ്ലസ് 128GB ആണെങ്കിൽ 2400 കൊടുക്കാം. 2400. ഇനി 256GB ആണ് 3050 കൊടുക്കും. 3050 തരത്തിലോട്ടോ. അപ്പൊ 15 പ്ലസ് വേണം 14 പ്ലസ് വേണം നിങ്ങൾ ആലോചിച്ചോ. എല്ലാത്തിനുള്ള ഓഫറും കാര്യങ്ങളും നമ്മൾ കിടലായിട്ട് തരുന്നുണ്ട്. 40 Pro Max വേണ്ടാക്കി നല്ല റേറ്റ് കൊടുക്കാം. 3500 കൊടുക്കാം. അത് സ്പെഷ്യൽ ഓഫറാ. 14 Pro Max വേണം. ആ സാധനം കണ്ടെങ്കിൽ 14 Pro Max ആൾക്കാരുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്ക് വാങ്ങിക്കണം, വന്നിട്ട് വാങ്ങാം. 3500 Pro Max ആണല്ലേ? 14 Pro Max 3500. 50 Pro Max ആണെങ്കിൽ ഞാൻ അതിൽ നല്ല റേറ്റും തരുക. പക്ഷേ ചില ആൾക്ക് 50 Pro Max തന്നെ അല്ല 40 Pro Max തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചില ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ അതിന്റെ ഗുണം ഞാൻ അറിയില്ല. ചില ആൾക്ക് ഇപ്പോഴും ആ ഒരു മെന്റാലിറ്റിയാണ് 40 Pro Max വേണം, പുതിയത് വേണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ വന്നോളൂ, ഞങ്ങളടുത്ത് സാധനം ഉണ്ട്. 14 Pro Max വയ്ക്കുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫർ 3500 തരത്തിൽ. 15 Pro ഞെട്ടിക്കും. 15 Pro 128 വാങ്ങിക്കണം 32,000. 15 Pro 128 ഒരു പീസ് വരും. 15 Pro 128 15 Pro അല്ലേ? 15 Pro ഇതാ മൊച്ചമാരെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 15 Pro 128 എത്ര പ്രൈസ്? 32,000 3250 തരത്തിൽ 256 ആണെങ്കിൽ 3550 3550 256 3900 3900 ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 2 വീഡിയോയില് നമ്മള് ഈ ഒരു പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇടണം എന്താന്ന് ചോദിച്ചാൽ ഈ 2 വീഡിയോക്ക് മുന്നേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 15 Pro പ്രൈസ്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാണ് അഷ്കർക്കവച്ചമാരെ. നിങ്ങൾക്ക് 15 Pro സീരീസ് വേണമെന്ന് പറഞ്ഞു. 15 Proയും Pro Max ഉണ്ടാ? Pro Max ഉണ്ട്. Pro Maxൽ ഇപ്പൊ 256 സ്റ്റോക്ക് ഇല്ല. തൽക്കാലം നിങ്ങൾക്ക് 512 തരാം. ഓക്കെ, അതിന് എത്ര 4200 തരാം. 4200 തരത്തിന് 512. അത് ജപ്പാനൊരു TR ഉണ്ട്. ജപ്പാൻ 4200 തരാം. TR ആണെങ്കിൽ 50 റംസ് കൂടും. 4250. 4200. 15 Pro Maxന്റെ കാര്യം പറഞ്ഞത് അവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റും. 1 TB വാങ്ങിക്കണ്ട. 1 TB പൊളിച്ച 4500 തരാം. 4500 തരാം. വെറും 4500 തരത്തിന് 15 Pro Max 1 TB 1 TB ആഗ്രഹമുള്ളവർക്ക് മോനെ നല്ല കിഡിലെ ഓഫർ. ഓക്കെ, ഡൺ. 15 Pro Max 1 TB കൊടുത്തു. 1 TB കൊടുക്കൽ 15 Pro Max 1 TB കൊടുത്തു. 16 വേണം.
16 iPhone 16 ആണ്. iPhone 16 കൊടുക്കും 2500 കൊടുക്കും. 2500 തരത്തിന് iPhone 16 എടുത്ത് വെച്ചാൽ അവരെ. ഇനി 256 ആണെങ്കിൽ 2950 കൊടുക്കും. 2950 ദിർഹത്തിന്. ഇനി 60 പ്ലസ് ആണെങ്കിൽ 128 ആണെങ്കിൽ 2950. 2900 16 പ്ലസ് ആ 60 പ്ലസ് 128 256 ആണ് 3350 കൊടുക്കാം. ഏത് 16 പ്ലസ് 16 പ്ലസും നിങ്ങൾക്ക് നല്ല ഓഫർ തരാണ്. അപ്പോൾ 14 പ്ലസ് വേണോ 15 പ്ലസ് വേണോ 16 പ്ലസ് വേണോ ഏതാണെങ്കിലും നല്ല കിടില പ്രൈസിലുണ്ട് അല്ലേ? ഇനി 16 പ്രോ മുതൽ അങ്ങ് പോവാം. 16 പ്രോ കാത്തിരിക്കുന്ന സാധനം അതായിരിക്കും. ഓക്കെ അപ്പൊ 16 പ്രോ നല്ല പ്രൈസ് കിടില പ്രൈസ് കൊടുക്കാം. ഓക്കെ അപ്പൊ 16 പ്രോ കിടില ഓഫറിൽ തരാൻ പോകുന്നതാണ്. 3500 കൊടുത്താണ് ഒരു 20 കൂടെ നമുക്ക് കൊടുക്കാം. 3550 കൊടുക്കാം. 3450 അല്ലെ 480 കൊടുക്കാം. 3480 ദിർഹത്തിന് 16 പ്രോ നിങ്ങൾക്ക് തരാൻ പോകുന്ന വെച്ചാൽ. അപ്പോൾ ഇപ്പൊ റമദാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ അവധിയാണ്. 4 മണി കഴിഞ്ഞാൽ എല്ലാവരും പോരെ 128 അല്ലെ. ഇനി 256 ആണെങ്കിൽ വില കുറച്ച് കൂടിക്ക്, എന്നാലും കുഴപ്പമില്ല. നമ്മളെ കസ്റ്റമർ അല്ല കൊടുക്ക് ഇതന്നെ കൊടുക്ക് ഡിസൈഡ് തന്നെ കൊടുക്കും 3800 ഡിസൈഡ് കളർ 256 രൂപ 12 വേണ്ട കൊടുക്ക് 4800 4800 കൊടുക്ക്. പിടിക്ക് 1 TB 1 TB വേണം 5600 കൊടുക്ക് 5600 തരുന്നുണ്ട്. അപ്പൊ ഓഫർ കിട്ടിയില്ല എന്ന് പറയുന്നത്. അതെ 16 പ്രോ കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ വന്നോ സാധനം റെഡിയാണ്. ഓക്കെ 60 പ്രോ മാക്സ് ഇതോ ഇല്ല വരൂല പോട്ടെ. പോട്ടെ 16 പ്രോ മാക്സ് ആണ്. 16 പ്രോ മാക്സ് എത്ര കൊടുക്കാം നമുക്ക്? 256 GB നമുക്ക് 4175 പിടിക്കേ 4175 ദിർഹത്തിന് 16 പ്രോ മാക്സ് 4175 ദിർഹത്തിന് വെച്ചാൽ വരെ 16 പ്രോ മാക്സ് പിടിച്ചോ. ഓക്കെ അടുത്ത നമുക്ക് 16 പ്രോ മാക്സ് ഒരു കാര്യം ചെയ്യാം. 5512 GB കൊടുക്കാം. 5000 കൊടുക്കും. 5000 കേട്ടെ കൊടുക്ക്. എന്താ പിന്നെ ഇരിക്കട്ടെ 5000 ദിർഹത്തിന് 512 GB 5000 ആണെങ്കിൽ 5750 കൊടുക്കും. 5750 ദിർഹത്തിന് നിങ്ങൾക്ക് 1 TB 16 പ്രോ മാക്സും കിട്ടും. അപ്പൊ ഇനി കിട്ടിയില്ല എന്ന് മാത്രം നിങ്ങൾ പറയുന്നത് സാധനം പിടിച്ചോ 16 പ്രോ മാക്സ്. സാംസങ് വേണ്ട സാംസങ്ങിലേക്ക് നേരെ പോവാ അല്ലെ. നമുക്ക് നമ്മൾ കുറച്ച് സ്പീഡിലാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഇടങ്ങാറാക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അതെ നമുക്ക് സമയമുള്ളപ്പോ അതുപോലെ എടുക്കാം. അതെ S23 അൾട്ര നമുക്ക് 2 വർഷം വാറന്റി ഉള്ളത് 2450 കൊടുക്കാം. 2450 2 വർഷം വാറന്റി ഉള്ള S23 അൾട്ര 512 വാടകയ്ക്ക് 2900 കൊടുക്കാം. 2900 S23 അൾട്ര. ഓക്കെ S24 അൾട്ര ആണെങ്കിൽ നമുക്ക് ബ്ലാക്കും ഗ്രേ 2 കളറും തരാം 2799. 2799 ദിർഹത്തിന് S24 അൾട്ര ചോദിച്ചിരുന്നു ഇതിനെന്താ വില ഇനിയും കുറയാത്തത്. സംഭവം വില കുറയുന്നില്ല. മാർക്കറ്റിൽ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് 24 അൾട്ര. സാധനം ജവാൻ എന്ന് പറഞ്ഞ പോലെ ആ ജവാൻ തന്നെ കേട്ടോ ഇപ്പോഴും കിങ് തന്നെയാണ്. 24 അൾട്ര നല്ലോണം വിറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞങ്ങള് കഴിഞ്ഞ വർഷമാണ് സാംസങ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് അത് 24 അൾട്ര തന്നെയാണ്. 23 അൾട്ര ഇത്ര ആയിരിക്കും. അതിനേക്കാൾ ഡബിൾ ആയിട്ട് ഡബിൾ എന്നല്ല ചിലപ്പോൾ അതിന്റെ മുകളിലായിരിക്കും 24 അൾട്ര പറ്റി. അത്ര ആൾക്കാർ വന്ന് വാങ്ങിയിട്ടുണ്ട്. ഡിമാൻഡ് അത്രയും ഡിമാൻഡുള്ള S24 അൾട്ര ഇപ്പോഴും സ്റ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന S24 അൾട്ര. 25 അൾട്ര എങ്ങനെയാണോ പോകുന്നത് അതിൽ ഒരു പീസ് അധികം അല്ലാതെ ആയിട്ട് പോയി. പക്ഷേ S25 അൾട്ര എങ്ങനെയുണ്ട്? 25 അൾട്ര നല്ലോണം പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ അതേ റേഞ്ചിൽ ഇപ്പോഴും പോവാണ് 24 അൾട്ര. അതെ അപ്പൊ അതൊന്ന് നോക്കി വെച്ചാൽ ബെസ്റ്റ് സെല്ലിംഗ് ഫോണായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന S24 അൾട്ര തന്നെ. ഓക്കെ അപ്പൊ S25 അൾട്ര ഇനി അതന്നെ നമുക്ക് S24 അൾട്ര 512 വേണ്ടാക്ക് ബ്ലാക്ക് കളർ ഇത്ര ഒരു ഓഫർ കൊടുക്കാണ് 512 അൾട്ര ബ്ലാക്ക് കളർ സ്പെഷ്യൽ ഓഫർ 512 GB സ്പെഷ്യൽ ഓഫർ 3199 സ്പെഷ്യൽ ഓഫർ ആണ്. 3199 ഓക്കെ 25 അൾട്ര നമുക്ക് നേരെ പോവാ. 25 അൾട്ര ആണെങ്കിൽ ഇത്തവണ നമ്മൾ കൊടുക്കുന്നത് 3525. 3525 ദിർഹത്തിന് 3525 ദിർഹത്തിന് S25 അൾട്ര 512 വേണ്ടാക്ക് 3999. 4000 ദിർഹം 3999 ദിർഹത്തിന് 512 GB S25 അൾട്ര 1 TB വേണ്ടാക്ക് 4750 4750 1 TB ഉണ്ട് പ്രൈസ്. അപ്പൊ ഇത് കൂടെ S25 അൾട്ര എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ നല്ല മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പറയുന്നുണ്ട് സാംസങ് അല്ലാത്ത നമ്മുടെ അടുത്ത് ഒപ്പോ ഉണ്ട് വിവോ ഉണ്ട്. ഒപ്പോന്റെ വിവോനുള്ള വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ അവരെന്നെ നല്ല വില കുറഞ്ഞ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കയ്യിലുള്ള മോഡലിന് വളരെ വില കുറവേ കിട്ടുള്ളൂ. എടുക്കാണ്ടൊന്നുമില്ല എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനൊക്കെ വില കുറവായിരിക്കും. നമുക്ക് സാംസങ് അതുപോലെ ഐഫോൺ മാർക്കറ്റിൽ ഇപ്പോഴും റീസെയിൽ വാല്യൂ ഉള്ളത്. എല്ലാ മൊബൈലിനും വാല്യൂ ഉണ്ട് ഫ്രഷ് ആണെങ്കിലും. പക്ഷെ റീസെയിൽ വിൽക്കുമ്പോൾ വാല്യൂ കിട്ടുന്ന 2 ഫോൺ ഒന്ന് സാംസങ് ആണ്. അതിനേക്കാൾ ഉപരി കിട്ടുക
ഐഫോൺ ആണ്. ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റ് നമുക്ക് എന്താ റിട്ടേൺ വാങ്ങാം, നിങ്ങൾക്ക് നല്ല റേറ്റ് നിങ്ങളോട് വാങ്ങും. അതേസമയം നിങ്ങൾ വേറെ മോഡലും കാര്യങ്ങളൊക്കെ അത് ഞങ്ങളതല്ല, ഏത് ഷോപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവസ്ഥ ഇതായിരിക്കും. അത് പറയണമെന്ന് ചിലർ കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ ആ കമന്റിന് മറുപടി എല്ലാവർക്കും ഉള്ള ഒറ്റ മറുപടിയാണ്, എന്തുകൊണ്ട് എന്നുള്ളത് ഞങ്ങളായിട്ട് ചെയ്യുന്നല്ല, അത് മാർക്കറ്റിലെ വാല്യൂ. നമുക്കൊരു വേറെ കൊടുക്കാനുള്ള ഫോണാണല്ലോ, നിങ്ങളടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ വേറെ കൊടുക്കണമല്ലോ. അപ്പോൾ അവർ വാങ്ങുമ്പോൾ അവർ പറയും പുതിയ ഫോൺ നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നത്, കാരണം അവരെന്നെ വില കുറച്ചിട്ട് ഒരുപാട് ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആകുമ്പോൾ ഈ ഒരു മോഡലിന് റീസെയിൽ വാല്യൂ കുറവാണ്. അതുകൊണ്ടാണ് ബാക്കി മോഡലിന് നിങ്ങൾ വിചാരിച്ച പോലെ പൈസ കിട്ടാത്തത്. അതായത് സാംസങ്ങോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതെ, പക്ഷെ എടുക്കാതിരിക്കില്ല. എടുക്കൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ഏത് ഫോൺ എടുക്കും, കണ്ടീഷൻ നല്ല അതാ ഒറ്റ കാരണം എനിക്ക് വേറെ ഒക്കെ കൊടുക്കുക, എന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എടുക്കൂല. ദയവ് ചെയ്ത് ഞങ്ങളോട് വിഷമമൊന്നും ഉണ്ടായത്, കാരണം അത് വേറെ ആൾക്ക് കൊടുക്കലാണ്. നമ്മൾ വിശ്വസിച്ച് വരുന്നത്, നിങ്ങൾ നമ്മൾ വിശ്വസിച്ച് വരുന്നതാണല്ലോ, അതുപോലെ തന്നെ വേറെ ആൾ നമ്മൾ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മോഡൽ കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇതുവരെ കൊടുത്തതും അങ്ങനെയാണ്. അത് ചില ഇലക്ട്രിക് സാധനമാണ്, പരമാവധി ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെക്കിങ്ങിൽ നല്ലതാണെങ്കിൽ നിർബന്ധം നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കും. നല്ല തന്നെയായിരിക്കും. അപ്പനെ യൂസ് ചെയ്യുന്ന നിങ്ങൾ സ്വന്തം ഉപയോഗിക്കുന്ന സാധനം എന്തായാലും നമ്മൾ കാറായാലും ഇനി അത് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല ലെവലിൽ ഉപയോഗിക്കുള്ളൂ. എനിക്ക് ആ പ്രൊഡക്റ്റ് തന്നെയാണ് ആവശ്യം, കാരണം കസ്റ്റമർ നേരിട്ട് കൊടുക്കുക. പുറത്തുനിന്ന് വരുന്ന സാധനമാണെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവുക. പുറത്തുനിന്ന് വരുന്ന സാധനം പരമാവധി അവോയ്ഡ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നിർത്താൻ പരിപാടി നമുക്ക് നിർത്താം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചിട്ടുള്ളത് സാധാരണ 27 മിനിറ്റ് 37 മിനിറ്റ് 40 മിനിറ്റ് ഉണ്ടാവാറ്. ചിലപ്പോൾ ഈ വീഡിയോ വളരെ കുറവായിരിക്കും. എന്തായാലും നിങ്ങൾ കമന്റും കാര്യങ്ങളും കേട്ടാൽ ഏത് ഫോണാണ് വേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ. എന്തായാലും വീഡിയോ പറഞ്ഞു കഴിഞ്ഞാലും ഓഫർ കുറവില്ല കേട്ടോ. അതെ, ഓഫർ കുറവില്ല, നല്ല ഓഫറാണ്. അപ്പോൾ എല്ലാവരും കമന്റും കാര്യങ്ങളൊക്കെ കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് അല്ലേ.